Hello everyone, Assalamu alaikum. Welcome to my channel Farisha's Kitchen and Canvas. ഇന്നത്തെ റെസിപ്പി ഒരു മിഡിൽ ഈസ്റ്റേൺ റൊട്ടി മനൂഷ് ഓർ മനാക്കീഷ് എന്ന് പറയും. ഒരു കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും 4 കപ്പ് ഗോതമ്പ് പൊടി, പൊതുവെ മൈദയാണ് ഉപയോഗിക്കാറ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം കുഴച്ചെടുക്കുമ്പോൾ ചേർക്കുക. ഒരു 15 മിനിറ്റ് കുഴച്ച് വെച്ച ശേഷം ഒരു 3-4 ഉരുളകളാക്കി വെച്ച് അരമണിക്കൂർ കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഉരുളയെടുത്തിട്ട് ഒരു പാനിൽ നന്നായി കൈകൊണ്ട് തന്നെ പരത്തുക. ഇതിനുപയോഗിക്കുന്നത് ഒരു ജാത്തർ പൊടി റെഡി മിക്സ് നമുക്ക് മിഡിൽ ഈസ്റ്റിലെല്ലാം അവൈലബിൾ ആണ്. ഡ്രൈഡ് ആയിട്ടുള്ള ഒറിഗാനോ, സുമാക്ക്, തൈം, ബേസിൽ ലീവ്സ്, അതുപോലെ തന്നെ എള്ള്, കുറച്ച് ഉപ്പ്, ഇവയൊക്കെ ചേർത്തിട്ടുള്ളൊരു മിക്സാണ് ഈ ജാത്തർ മിക്സ്. ഈ പൗഡറിൽ ഒലീവ് ഓയിൽ ആവശ്യാനുസരണം ചേർത്തിട്ട് പാനിൽ പരത്തിയ ഫോർക്ക് കൊണ്ട് നന്നായി കുത്തി കൊടുത്തിട്ടുള്ള മാവിന് മുകളിൽ തേച്ച് പിടിപ്പിക്കാം. ടൈറ്റായിട്ട് ഒരു ലിഡ് കൊണ്ട് അടച്ച് വെച്ച് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഒരു 15-20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല അടി കട്ടിയുള്ള പാനാണെങ്കിൽ നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമുക്ക് റൊട്ടി കിട്ടുന്നതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് പരിപ്പ് കറി ചേർത്തിട്ട് കഴിക്കാം. ഹെൽത്തി ആസ്പെക്ട്സിൽ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഗോതമ്പ് പൊടി കൊണ്ട് ഇത് ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ മൈദ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു മസ്റ്റ് ട്രൈ ആണ്. നമ്മുടെ ലുലുവിൻ്റെ ജാത്തർ മിക്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മനൂഷ് റെസിപ്പിയിൽ നമുക്ക് മൊസറല്ല ചീസ് മേലെ ടോപ്പിംഗ് ആയിട്ട് വെച്ചിട്ടും ചെയ്യാറുണ്ട്. അല്ലാതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ജാത്തറിൻ്റെ പൗഡേഴ്സ് ഒലീവ് ഓയിൽ മിക്സ് ചെയ്തിട്ടും ചെയ്യാറുണ്ട്. മാവ് കുഴക്കാനായിട്ട് ഒരു ലൂക്ക് വാം ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുക്കാം. അത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും നമ്മൾ മാവ് കുഴച്ചത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും. ബൈ ബൈ.